നമസ്കാരം. തമിഴകത്ത് നടൻ ശരത് കുമാർ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയായ സമത്വ മക്കൾ കക്ഷി നിലവിൽ ബി.ജെ.പിയിൽ ലയിച്ചിട്ടുമുണ്ട്. തെക്കൻ തമിഴ്നാട്ടിൽ ഏറെ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ഈ ശരത് കുമാർ. 2011 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ വിജയിച്ച് കയറിയ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഈ സമത്വ മക്കൾ കക്ഷി അഥവാ SMK എന്ന് പറയുന്നത്. ജയലളിതയുടെ അണ്ണാ DMKയുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു അന്ന് അവർ ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അണ്ണാ DMK വിട്ട ശേഷം 2007 സ്വന്തമായി അദ്ദേഹം പാർട്ടി രൂപീകരിച്ചത്. എന്തായാലും സമത്വ മക്കൾ കക്ഷി NDAയുടെ ഭാഗമാകും എന്നതിന്റെ ചില സൂചനകളൊക്കെ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ശരത് കുമാർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെയും മാധ്യമങ്ങളോട് ഉൾപ്പെടെ വെളിപ്പെടുത്തുകയും ചെയ്തത്. നരേന്ദ്രമോദിക്ക് മാത്രമേ രാജ്യത്തെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ എന്നുള്ള നിലപാടാണ് ഇതിനു മുൻപ് ശരത് കുമാർ പങ്കുവച്ചത്. എന്തായാലും സഖ്യം എന്നുള്ള ഒരു തീരുമാനം BJP ഇപ്പോൾ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിന് പകരം ഇത്തരത്തിലുള്ള ചെറു പാർട്ടികൾ ലയനത്തിലേക്ക് തന്നെ കൊണ്ടുവരാനാണ് BJP ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ സമാനമായ നീക്കം ഉണ്ടായിരുന്നു. PC ജോർജിന്റെ ജനപക്ഷം പാർട്ടി BJP ലയിക്കുകയായിരുന്നു. ആദ്യം NDAയുടെ ഭാഗമാകാനും BJPയുടെ സഖ്യകക്ഷി ആകാനുമായിരുന്നു ജനപക്ഷത്തിന്റെയും ആലോചന. പക്ഷെ പിന്നീട് ലയനം എന്നുള്ള ഒരു നിർദ്ദേശം BJP തന്നെ മുന്നോട്ട് വെക്കുകയായിരുന്നു. ഇത് തന്നെയാണ് തമിഴകത്ത് ഈ സമത്വ മക്കൾ കക്ഷിക്കും സംഭവിച്ചിരിക്കുന്നത്. അവർ BJPയുമായി ലയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ശരത് കുമാറിന് ലോട്ടറി അടിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാക്കാനാണ് BJP ആലോചിക്കുന്നത്. തെങ്കാശി ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ പോലും തെങ്കാശി സീറ്റ് തന്നെയായിരിക്കും ശരത് കുമാറിന് നൽകാൻ പോകുന്നത്. നാടാർ സമുദായ വോട്ടുകൾ ശരത് കുമാറിന് അനുകൂലമാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി BJPക്കുണ്ട്. കാരണം നാടാർ സമുദായത്തിനുള്ളിൽ ഈ സമത്വ മക്കൾ കക്ഷിക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ തെങ്കാശിയിൽ വിജയിച്ച് കയറാനാകുമെന്നുള്ള പ്രതീക്ഷയും ഇവർ പങ്കുവെക്കുന്നു. ഏത് നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു വലിയ ആകാംക്ഷ രാജ്യത്ത് നിലനിൽക്കുന്നതിനിടയിലാണ് തമിഴ്നാട്ടിൽ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ വളരെ ശക്തമായിരിക്കുന്നത്. എന്തായാലും നാടാർ സമുദായം ഇത്തവണ BJPയെ തെങ്കാശിയിൽ ലോക്സഭയിലേക്ക് അയക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സ്ഥാനാർത്ഥിയായി ശരത് കുമാർ രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.